ഒരു കേർവ് ഷേപ്പ് കൊടുക്കണം. ഇതുപോലെ കൊടുത്തു. ഇനി ഞങ്ങൾ ഡൗൺ ഭാഗം ഈ ഞങ്ങൾക്ക് നടുഭാഗം ഇത് നടുഭാഗമാണ്. അപ്പോൾ ഈ നടുഭാഗത്തിലേക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് കൊടുക്കണം. ഇവിടെ ഞങ്ങൾ 9 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലേ, അതിന് ഈ നടുഭാഗത്തിന് ഞങ്ങൾ മുകളിൽ നിന്ന് ഒരു 11 ഇഞ്ചിന് ഡൗൺ ആയിട്ട് ഒരു 11 ഇഞ്ചിന് ഒരു മാർക്ക് ചെയ്ത് ആ ഭാഗത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഒരു 9 ആയിട്ടുണ്ട്. 9 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് കുറച്ച് 8.5 വെക്കണം. 8.5 വെച്ചോ. പിന്നെ 1 ഇഞ്ച് സ്റ്റിച്ചിന്. പിന്നെ ഇതിന് ഇവിടെ സ്ട്രൈറ്റായിട്ട് ഒരു ലൈൻ ഇടണം. ഇതിലും ഈ 2 മാർക്കിലേക്ക് ലൈൻ ഇട്ട് കൊടുത്തോ. ലൈൻ ഇട്ടു. ഇനി ഞങ്ങൾ ഡൗണിൽ മാർക്ക് ചെയ്യണം. ഡൗണിൻ്റെ മാർക്ക് ഇപ്പോൾ ഇതിൽ 16 ഇല്ല, ഞാൻ 16 എടുത്തതാണ്. അപ്പോൾ ഇതിൽ 16 ഇല്ല. അപ്പോൾ 16ൻ്റെ മാർക്ക് ഞങ്ങൾ ഇവിടെ കൊടുക്കാം. ലാസ്റ്റ് എൻഡിങ്ങിൻ്റെ ഡൗണിൻ്റെ മാർക്ക് ഈ പേപ്പറിൽ ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഡൗണിൽ ഞങ്ങൾ 30 ആണ്. 30 ഇഞ്ചാണ്. ഇതിൻ്റെ 4 ഭാഗം എടുത്താൽ 7.5 ആണ്. അതേപോലെ 1 ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്നത് 8.5 ആയിപ്പോയി. 8.5 നമ്മുടെ മെയിൻ മെഷറാണ്. പ്ലസ് 1 ഇഞ്ച് കൂട്ടുന്നതാണ് 1 ഇഞ്ച്. 1 ഇഞ്ച് കൂട്ടുന്നത് എന്തെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനാണ്. ടോട്ടലായിട്ട് 9.5 ഇഞ്ച് വേണം. 9.5 ഇഞ്ച് എടുത്തു, മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്തു, ഇതിനെ ഷേപ്പ് കൊടുത്തു. ഇനി കട്ട് ചെയ്യാം ഞങ്ങൾ. ഓക്കെ, ഇതിനെ കട്ട് ചെയ്യാം. നന്നായി ശ്രദ്ധിച്ചിട്ട് കട്ടിങ് ചെയ്യണം. അപ്പോൾ ഞാനിത് പേപ്പറെ മാത്രം ഈ കത്രിയിൽ ഞങ്ങൾ പേപ്പർ കട്ടിങ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കത്രിയിൽ ഞാൻ ചെയ്യൂല. സ്റ്റിച്ചിങ്ങിൻ്റെ നമ്മുടെ ഡ്രസ്സ് കട്ട് ചെയ്യുന്നല്ലേ, പീസ് കട്ട് ചെയ്യുന്നല്ലേ, ആ കത്രിയിൽ ഞങ്ങളെപ്പോഴും പേപ്പറെല്ലാം കട്ട് ചെയ്യാൻ അത്ര നല്ലതല്ല. പേപ്പർ കട്ട് ചെയ്യാൻ ഇതുപോലത്തെ ഒരു കത്രി ഉണ്ടായാൽ നല്ലതാണ്. ഇതും കട്ടിങ്ങിന് യൂസ് ചെയ്യും ഇതുപോലത്തെ കത്രി. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യണം, നെക്ക് കട്ട് ചെയ്യണം. ഇനി ഞങ്ങൾ മുകൾ ഭാഗം കട്ട് ചെയ്തു എടുത്തു. ഇത് ഫോൾഡിങ്ങിൻ്റെ അല്ലേ, എടുത്തു. ഇനി ഈ ഉള്ളിൻ്റെ ബാക്ക് സൈഡിൻ്റെ പീസ് പുറത്തെടുത്തു. ഇനി ഫ്രണ്ടിൻ്റെ പീസ് ഞങ്ങൾ ഇതുപോലെ കട്ടിങ് ആയിട്ട് എടുക്കാം. കട്ടായിട്ട് ഫ്രണ്ടിൻ്റെ പീസ് ഇതിങ്ങനെ ഇതെടുത്തു മാറ്റി വെച്ചു. ഇനി ഫ്രീ ആയി ഈ 2 പീസ്. ഇത് ബാക്ക് സൈഡ് പീസാണ്, ഇത് ഫ്രണ്ട് പീസാണ്. ഇനി ഇതുപോലെ ഇതൊരു പെട്ടിക്കോട്ടിൻ്റെ കട്ടിങ്ങായി. ഇനി ഇതിനെ ഞങ്ങൾ ക്ലോത്തിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം.